മറക്കാനാവാത്ത മാരത്തൺ വീരൻ ഫൗജ സിംഗ് 114 വയസ്സിൽ ജീവിതയോട്ടം പൂർത്തിയാക്കി വിടവാങ്ങി. ജലന്ധറിലെ ബിയാസ് എന്ന തന്റെ ജന്മഗ്രാമത്തിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ 114 വയസ്സുള്ള ലോക പ്രശസ്ത മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് മരണപ്പെട്ടു എന്ന വാർത്ത കായിക ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രായം വെറും നമ്പറാണെന്ന് തെളിയിച്ചുകൊണ്ട് 100 വയസ്സിന് ശേഷവും മാരത്തൺ ഓട്ടങ്ങളിൽ സജീവമായിരുന്ന ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം കായിക പ്രേമികൾക്ക് വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, പ്രചോദനം, കായിക രംഗത്ത് നൽകിയ സംഭാവനകൾ എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. 1911 ഏപ്രിൽ 1 പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലുള്ള ബിയാസ് ഗ്രാമത്തിലാണ് ഫൗജ സിംഗ് ജനിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനു മുൻപ് ജനിച്ച അദ്ദേഹം 2 ലോകമഹായുദ്ധങ്ങളെയും ഇന്ത്യൻ വിഭജനത്തെയും മറ്റ് നിരവധി ചരിത്ര സംഭവങ്ങളെയും അതിജീവിച്ചാണ് ജീവിച്ചത്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു സാധാരണ ഇന്ത്യൻ ഗ്രാമീണന്റെ ജീവിതാനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. കായിക രംഗത്തോട് ചെറുപ്പത്തിൽ പ്രത്യേക താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു മാരത്തൺ താരമാക്കി മാറ്റിയത്. ഫൗജ സിംഗിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത് 80കളിലാണ്. 1990കളിൽ അദ്ദേഹത്തിന് തന്റെ ഭാര്യയെയും 2 മക്കളെയും നഷ്ടപ്പെട്ടു. ഈ ദുരന്തങ്ങൾ വല്ലാതെ അദ്ദേഹത്തെ തളർത്തി. ഈ കഠിനമായ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്താനും വേണ്ടിയായിരുന്നു അദ്ദേഹം ഓട്ടം ഒരു ശീലമാക്കിയത്. ദുഃഖത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗമായി തുടങ്ങിയ ഓട്ടം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറി. ഫൗജ സിംഗ് ഒരു കായിക താരം എന്ന നിലയിൽ പ്രശസ്തനാകുന്നത് തന്റെ 89ാം വയസ്സിലാണ്. 2000-ൽ ലണ്ടനിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് അദ്ദേഹം മാരത്തൺ ഓട്ടങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയത്. 2003-ലെ ലണ്ടൻ മാരത്തണിൽ തന്റെ 92ാം വയസ്സിൽ അദ്ദേഹം പങ്കെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിന് തുടക്കമാക്കി. പിന്നീട് ടൊറന്റോ മാരത്തൺ, ന്യൂയോർക്ക് സിറ്റി മാരത്തൺ തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട നിരവധി മാരത്തണുകളിൽ അദ്ദേഹം പങ്കെടുത്തു. ടെർമിനേറ്റർ എന്നാണ് അദ്ദേഹം സ്നേഹത്തോടെ അറിയപ്പെടുന്നത്. തലപ്പാവ് ധരിച്ച് മാരത്തൺ ഓടുന്ന അദ്ദേഹത്തിന്റെ രൂപം ലോകമെമ്പാടുമുള്ള ഓട്ടക്കാർക്കും ആരാധകർക്കും ഒരു പ്രചോദനമായിരുന്നു. 2011-ൽ തന്റെ 100ാം വയസ്സിൽ ടൊറന്റോ വാട്ടർഫ്രണ്ട് മാരത്തൺ പൂർത്തിയാക്കി ചരിത്രം സൃഷ്ടിച്ചു. 8 മണിക്കൂറും 25 മിനിറ്റും 16 സെക്കൻഡും കൊണ്ടാണ് അദ്ദേഹം 42.195 കിലോമീറ്റർ ദൂരം ഓടിത്തീർത്തത്. ഈ നേട്ടം ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചില്ലെങ്കിലും അത് അദ്ദേഹത്തിന് ലോകമെമ്പാടും വലിയ അംഗീകാരം നേടിക്കൊടുത്തു. പ്രായം ഒരിക്കലും ഒരു പരിധിയല്ലെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ കായിക ജീവിതം കേവലം ഓട്ടത്തിൽ ഒതുങ്ങിയതല്ല. അനേകം സാമൂഹിക പ്രവർത്തനങ്ങളിലും ചാരിറ്റി റണ്ണുകളിലും അദ്ദേഹം പങ്കെടുത്തു. വിവിധ സംഘടനകൾക്ക് വേണ്ടി ധനസമാഹരണം നടത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം തന്റെ പ്രശസ്തി ഉപയോഗിച്ചു. സിഖ് റിലീഫ് എന്ന ചാരിറ്റി സംഘടനയുടെ അംബാസഡർ കൂടിയായിരുന്നു അദ്ദേഹം. ഫൗജ സിംഗിന്റെ ദീർഘായുസ്സും കായികക്ഷമതയും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ രഹസ്യങ്ങളെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ പോലും ചോദിച്ചിരുന്നു. ലളിതമായ ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവുമാണ് തന്റെ ആരോഗ്യ രഹസ്യമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, റൊട്ടി എന്നിവയടങ്ങുന്ന ലളിതമായ സസ്യാഹാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അധികം എരിവോ മസാലയോ ഇല്ലാത്ത ഭക്ഷണം ശീലമാക്കി. ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാ ദിവസവും രാവിലെ നടക്കാനും ഓടാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഒരു ദിവസം ചുരുങ്ങിയത് 10-15 കിലോമീറ്റർ വരെ അദ്ദേഹം നടക്കുമായിരുന്നു. ജീവിതത്തിൽ സന്തോഷവും പോസിറ്റീവ് ചിന്തകളും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും സംസാരിച്ചു. ചിരിക്കാനും തമാശകൾ പറയാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. സിഖ് മതവിശ്വാസിയായ അദ്ദേഹം ആത്മീയമായ ചിന്തകൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകി. ഇത് അദ്ദേഹത്തിന് മാനസിക സമാധാനവും നൽകിയിരുന്നു. ഇതുകൂടാതെ മതിയായ ഉറക്കവും സമ്മർദ്ദം ഒഴിവാക്കുന്ന ജീവിതശൈലിയും അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിലും ആരോഗ്യത്തിലും വലിയ പങ്ക് തന്നെ വഹിച്ചു. 114 വയസ്സുള്ള ഫൗജ സിംഗ് ജലന്ധറിലെ തന്റെ ജന്മഗ്രാമമായ ബിയാസിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ്. ദീർഘായുസ്സും ആരോഗ്യവും നൽകിയ ജീവിതത്തിൽ ഇത്തരമൊരു അപ്രതീക്ഷിത അന്ത്യം ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരിച്ചുവെന്നത് വിശ്വസിക്കാൻ പോലും പലർക്കും പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ വിയോഗം പഞ്ചാബിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്കും പ്രചോദിതരായ ആളുകൾക്കും ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പ്രായത്തെ വെല്ലുവിളിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടാനും ഏതൊരാൾക്കും കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഫൗജ സിംഗ് ഒരു സാധാരണ മാരത്തൺ ഓട്ടക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. പ്രായഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളെ വ്യായാമം ചെയ്യാനും ആരോഗ്യം ശ്രദ്ധിക്കാനും പ്രേരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന്റെ ജീവിതം പ്രായമായവർക്ക് സജീവമായിരിക്കാനും സമൂഹത്തിൽ തങ്ങളുടെ പങ്ക് വഹിക്കാനും കഴിയുമെന്നതിന്റെ തെളിവാണ്. വാർദ്ധക്യം എന്നത് ഒരു പരിമിതിയായി കാണാതെ അത് പുതിയ സാധ്യതകളുടെയും നേട്ടങ്ങളുടെയും കാലഘട്ടമായി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, സ്ഥിരോത്സാഹം, ശുഭാപ്തി വിശ്വാസം എന്നിവ എല്ലാവർക്കും മാതൃകയാണ്. ഫൗജ സിംഗ് ഇനി ഓർമ്മകളിൽ ജീവിക്കും. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ മാരത്തൺ വീരനായി, പ്രായത്തെ കീഴടക്കിയ പോരാളിയായി അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇനിയും അനേകം തലമുറകൾക്ക് പ്രചോദനമായി വർത്തിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.